കേരളത്തിലെ ഏറ്റവും സുന്ദരമായ 3 ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നെന്തായാലും എനിക്ക് ആലപ്പുഴയാണ്. എന്തൊരു നാടാടോ! ഇത് പണ്ട് ഒരു മുപ്പാലമായിരുന്നു, ഇപ്പം 4 പാലമായി. അതായത് ഇത് കണ്ടോ, അവിടുന്ന് വഴി, ഇവിടുന്ന് വഴി, ഇവിടുന്ന് വഴി, അവിടുന്ന് വഴി. പിന്നെ ആലപ്പുഴ ജില്ലയുടെ പ്രത്യേകത എന്താ വെച്ചാലേ, ഇവിടുത്തെ ആൾക്കാര് വഴി ചോദിച്ചാൽ എന്തറിയോ, കിഴക്കോട്ട് പോയിട്ട് അങ്ങോട്ട് പടിഞ്ഞാട്ട് പോയാൽ മതി പറയും, അല്ലെങ്കിൽ തെക്കോട്ട് പോയിട്ട് വടക്കോട്ട് പോയി അങ്ങനെ പറയാം. വഴി അങ്ങനെ പറയാം. ഇറങ്ങ. അപ്പോ ചേട്ടായി കാണാം, ബൈ. നിരവധി സിനിമകൾ, തമിഴും തെലുങ്കും ഹിന്ദിയും കന്നഡയും, സന്തോഷിതൻ്റെ ഒരു ആൽബം എ മുഹബത്ത് എന്ന് പറഞ്ഞ ആൽബം, അങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു 100 കണക്കിന് സിനിമ, ഫാസിലിന്റെ ചിത്രങ്ങൾ, സിബി മലയിലിന്റെ ചിത്രങ്ങൾ, അങ്ങനെ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു 100 കണക്കിന് സിനിമ ഞാൻ തന്നെ ഇവിടെ മാനേജ് ചെയ്തു. ഈ പാലത്തിന്റെ മേലെ പ്രൊഡക്ഷൻ കൺട്രോൾ സമയത്ത് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ മലയാള പടം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഫാസിൽ സാറിന്റെ കൂടെയാണ് ആലപ്പി അഷഫിന്റെ പടങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾ കൂടുതലും അതിന്റെ ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയും, അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ആലപ്പുഴ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഒരു ഷോട്ടെങ്കിലും ഇവിടെ വന്ന് എടുക്കുന്നത് അവർക്കൊരു വലിയ ലക്കി പ്ലേസ് എന്നുള്ള നിലയിൽ മുപ്പാലം അത് വലിയ കാര്യം. ഇപ്പൊ 4 പാലം. പക്ഷെ മനോഹരം എന്ന് പറയുന്നത് ആ മുപ്പാലം തന്നെയാണ്. മനസ്സവിടെയാ. കാര്യം എന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ചോറ് തന്നിട്ടുള്ള പാലം. പഴയ മുപ്പാലം ഒന്ന് കാണണമെങ്കിൽ ഏത് സിനിമ എടുത്ത് നോക്കിയാല്, ഇപ്പൊ നമുക്കിപ്പോ യൂട്യൂബിൽ എവിടെയെങ്കിലും കാണാമല്ലോ. അപ്പൊ ആ പാലം ഒന്ന് കാണണമെന്ന് പെട്ടെന്ന് തോന്നിയാല് ഏതൊക്കെ പടത്തിൽ പെട്ടെന്ന് അപ്പയുടെ സ്വന്തം അപ്പൂസില കുട്ടികളെല്ലാം കൂടെ സീനാദാദി ഓടി വരുന്നില്ലേ, കാക്ക പൂച്ച, ആ പാട്ട്. ലാലേട്ടന്റെ പടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉസ്താദ്. ഈ താഴെ ചെറിയ വള്ളത്തിനകത്ത് പൂക്കളൊക്കെ അടുക്കി നല്ല മനോഹരമായ സിബി മലയിൽ സംവിധാനം ചെയ്ത ഉസ്താദില് പൃഥ്വിരാജ് അഭിനയിച്ച തലപ്പാവ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് ഈ മേൽപ്പാലത്തിന്റെ മുകളിൽ നിന്ന് തന്നെ ഒരു സീൻ എടുത്തിട്ടുണ്ട്. പൃഥ്വിരാജും ലാല്, പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ മൂലക്ക് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് കുറെ ആളുകളെ അഭിനയമുണ്ട്. ഇന്ത്യയിലെ പ്രമുഖരായ ക്യാമറമാൻമാരൊക്കെ ഇവിടെ ഈ പാലത്തിന്റെ മേളിൽ വന്നിട്ടുണ്ട്. എസ് ഗോപാൽ റെഡ്ഡി, അൻസിക സിദ്ധാർത്ഥുമായിട്ടുള്ള ഒരു ഓ മൈ ഫ്രണ്ട് തെലുങ്ക് പടം അത് ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ മുപ്പാലം 4 പാലമായപ്പോ അതിന്റെ റേഞ്ച് മാറി എന്നാണ് എന്റെ കാഴ്ചപ്പാട്. റേഞ്ച് മാറി ഒരുപാട് കാഴ്ചക്കാർ ഇവിടെ വരുന്നുണ്ട്. സത്യം. അതായത് മലയാള സിനിമയുടെ ഒരു ഹബ്ബ് കൊച്ചിയാണ്, പക്ഷേ ലൊക്കേഷൻ ഹബ്ബ് അത് ആലപ്പുഴയാണ്. എന്തൊരു ഭംഗിയുള്ള നാടാ അല്ലെ. അങ്ങനെ കഥ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നമ്മൾ കഷ്ടം കഴിച്ച് യാത്ര ഇങ്ങനെ തുടരാണ്. ബാക്കി പറഞ്ഞേക്കുക. അപ്പൊ എന്തായാലും അടുത്ത ഇതിൽ കാണാം. അതുവരെ ഞങ്ങൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.